ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ അല്ലാതെ ഇത് മേക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് കുക്ക് ചെയ്യുന്നതും ജ്യൂസ് ഉണ്ടാക്കുന്നതും സെയിം ആണോ എന്നറിയില്ല. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിരിയാണിയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണി അല്ല, ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഇടയ്ക്ക് നിന്ന് കിട്ടുന്ന ഹാർട്ട് പീസസ് വൈൽഡ് ബ്ലൂബെറീസ് എന്ന് പറഞ്ഞാൽ നോ ഷുഗർ ആഡഡ് ഇതാണ്. നിങ്ങൾ കാട്ടിൽ പോയി ഇതിൻ്റെ വൈൽഡ് ബെറീസ് പറിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഇടയ്ക്കാരെ നമ്മുടെ കയ്യിൽ തന്നെ ഒരു പാക്കറ്റായിട്ട് ഫ്രോസൺ സാധനം അവർ റെഡിയാക്കി തരും. പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. മടിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് പാക്കറ്റ് വാങ്ങുക, എന്നിട്ട് ഒരു മിക്സി വാങ്ങുക. മിക്സിയിലേക്ക് നമുക്ക് ഇടിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല, മിക്സി തന്നെ വേണം. പിന്നെ ഗ്രൈൻഡർ ആയാലും കുഴപ്പമില്ല, ഗ്രൈൻഡറല്ല മിക്സി തന്നെ ഉണ്ടായിക്കോട്ടെ, അതാണ് നല്ലത്. പിന്നെ ഇവിടെ നോർമലി സമ്മറിലാണ് നമ്മൾ ജ്യൂസൊക്കെ കുടിക്കാറ്. ഇന്നിപ്പോൾ വിൻ്ററല്ല, ഈ ഹുഡിങ് ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവും ഇവിടെ ഭയങ്കര തണുപ്പാണ്. പക്ഷേ ഇവിടെ ഒടുക്കത്തെ ചൂടാണ്. ഇതിന് ചുമ്മാ ഡ്രസ്സൊക്കെ ഒരു കളറിന് ഇട്ടതാണ്, തൊപ്പി പിന്നെ രസം കളറൊക്കെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് തൊപ്പിയിട്ടതാണ്. പിന്നെന്താ, ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് മേക്കിംഗ് ദിസ് വൈൽഡ് ബ്ലൂബെറി ജ്യൂസ്. ഓക്കെ, വൈൽഡ് ബെറീസ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. മേ ബി ഐ ക്യാൻ ഷോ യു. ഇതാണ് ഈ പാക്കറ്റ്. പാല് വേണം. ഞാൻ 1.5% ഫാറ്റ് ആയിട്ടുള്ള പാലാണ് എടുക്കണേ. ബിക്കോസ് അധികം ഫാറ്റ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഫാറ്റൊക്കെ ബേൺ ചെയ്യണം. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. പിന്നെ ഞാൻ വേറെ സാധനം ഉപയോഗിക്കുന്നത് യോഗർട്ടാണ്. ഇതും ഇടയ്ക്ക് എന്ന് വാങ്ങണം. 1.5% ആയിട്ടുള്ള യോഗർട്ടാണ് ഇതിന് ഉപയോഗിക്കണേ. പിന്നെ ഈ ഒരു കപ്പ് നിർബന്ധമാണ് എനിക്ക്. ഷുഗർ ബേബീസിന് ഷുഗർ ഒരു സാധനം ഇങ്ങനെ ആഡ് ചെയ്യണം. അത് എവിടെയും കിട്ടാത്ത ഒരു സാധനമാണ്. അത് എൻ്റെ സ്നേഹമാണ്. അത് ഇതിലിട്ടതിന് ശേഷം മാത്രമാണ് അത് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി തുടങ്ങാൻ പറ്റുന്നത്. ആക്ച്വലി ഇത് ചെയ്യുന്നത് നല്ലതല്ല എന്നാണ് കുറേ ആൾക്കാരും പറയുന്നത്. ഓക്കെ, സോ ഇത് എൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഇത് ഇഡ്ഡലി ചട്ടാണ്. പിന്നെ ഇത് നമുക്ക് കോഴിമുട്ടയൊക്കെ പൊരിക്കാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു പാത്രം. പിന്നെ ഇത് നാട്ടിൽ കുറേ ആൾക്കാർ ചീന ചട്ടി എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ചീന ചട്ടി എന്നൊക്കെ പറയാം. പിന്നെ ഇതിലാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്യണത്. ഒരു ടേബിൾ സ്പൂൺ അല്ല, ഒരു വലിയൊരു പാത്രം ഫുള്ള് ഷുഗർ തന്നെ ആഡ് ചെയ്യണേ. ഒരു ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ അല്ല. നമുക്ക് ടേബിൾ സ്പൂൺ കണക്കില്ല, നമ്മൾ പാത്ര കണക്കിന് മാത്രമാണ് ഷുഗർ ഇടാറുള്ളൂ. ഓക്കെ, ആൻഡ് ഈ ചട്ടിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ചട്ടിയിൽ മാത്രമാണ് ഷുഗർ ഉള്ളത്. അത് ഷുഗറുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് വാങ്ങിയിട്ടുള്ള ഒരു പാത്രമാണിത്. ഓക്കെ, സോ ലെറ്റ്സ് മേക്ക് ദി ജ്യൂസ്. ഇത് ബ്ലൂബെറിയുടെ ജ്യൂസാണ്, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇത് ചിലപ്പോൾ ഒരു യൂണിക് പ്രൊഡക്റ്റ് ആവും, കാരണം ഞാൻ പറഞ്ഞില്ല സ്നേഹം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ, ആദ്യം ഈ സാധനം തുറക്കുക. ഓക്കെ, ആൻഡ് നമ്മൾ ഈ പാത്രം മാറ്റി വയ്ക്കാം, കാരണം ഇത് വലിയൊരു ഡിസ്റ്റർബൻസ്.